മാന്യഭക്തർക്ക് നമസ്കാരം. പുതിയ ജ്യോതിഷ അറിവുകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം സർവപ്രപഞ്ചത്തിൽ നാഥനായ പരമേശ്വരൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നു. എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ. പുലർക്കാല വന്ദനം. നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഈ മന്ത്രം 3 തവണ ജപിക്കൂ. ഭക്തിയോടെ സന്തോഷ വാർത്ത കേട്ട് ഉണരാം. രാവിലെ വൈകുന്നേരം കിടക്കാൻ നേരത്താണ് ഈ മന്ത്രം 3 തവണ ചൊല്ലേണ്ടത്. രാവിലെ എണീക്കുമ്പോൾ സന്തോഷമാണ്. നിങ്ങളുടെ ദുഃഖം എന്താണോ അത് സന്തോഷമായി മാറുന്ന കാഴ്ച, കാഴ്ച നിങ്ങൾക്ക് കാണാം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ കട്ടിലിരുന്നോ നിലത്ത് ഒരു ഷീറ്റ് വിരിച്ച് ചമ്മനപ്പടി ഇട്ട് ഒരു ദൈവത്തിൻ്റെ ഫോട്ടോ മുമ്പിലിരുന്നോ അല്ലെങ്കിൽ നിലവിളക്ക് വയ്ക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ തലയിലൊരു ഷീറ്റോ പായോ മറ്റെന്ത് വേണമെങ്കിലും വിരിച്ച് നമുക്ക് ചെയ്യാം. എവിടെയെങ്കിലും ഇരുന്ന് പരമശിവന് മനസ്സിൽ ധ്യാനിച്ച് 3 തവണ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ മനസ്സിൽ ചൊല്ലുക. രഹസ്യമായിരിക്കണം. ആരും കേൾപ്പിക്കാൻ വേണ്ടി ചൊല്ലരുത്. മനസ്സിൽ നിങ്ങൾ അതീവ ഭക്തിയോടെ ഈ മന്ത്രം ചൊല്ലുക. 3 തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത്. നിങ്ങളുടെ ഏറ്റവും പ്രശ്നം സാമ്പത്തിക തടസ്സമാണെങ്കിൽ അത് മാറിക്കിട്ടും. ഓം നമ ശിവായ എന്ന മായ മഞ്ചേശ്വരി മന്ത്രമാണിത്. തെറ്റുകൂടാതെ അതീവ ഭക്തിയോടെ മനസ്സ് നിറഞ്ഞ് കരഞ്ഞ് ഭഗവാനോട് അപേക്ഷിക്കണം. അതുപോലെ നമ്മൾ പറയണം. നമ്മുടെ ഏതാഗ്രഹവും പരമശിവൻ നേരിട്ട് വന്ന് നടത്തിത്തരും എന്നാണ് വിശ്വാസം. ഓർക്കുക, ഉറങ്ങുന്ന നേരത്ത് 3 തവണയാണ് ചൊല്ലേണ്ടത്. പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതിന് വേണ്ട പരിഹാരങ്ങളും ഭഗവാൻ പരമശിവനോട് കരഞ്ഞ് പറഞ്ഞ് സാഷ്ടാംഗം മനസ്സുകൊണ്ട് ആ തൃപ്പാദങ്ങളിൽ നിങ്ങളുടെ സങ്കടങ്ങൾ ഇറക്കി വയ്ക്കുക. 3 തവണ ഈ കമൻറ്റ് ബോക്സിൽ ഈ മന്ത്രം ടൈപ്പ് ചെയ്തിടും. നിങ്ങളിപ്പോൾ തന്നെ തുടങ്ങിക്കോളും. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സർവപ്രപഞ്ചം നാഥനായ പരമശിവനോട് നിങ്ങളുടെ വിഷമങ്ങൾ തുറന്നു പറയുക. പരിഹാരം കാണുക. സന്തോഷ ജീവിതം ആവട്ടെ എന്ന് ആശംസിക്കുക. കൂടുതൽ അറിവുകൾ ഈ ബെല്ലൈക്കൻ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടുന്നതാണ്. നമസ്കാരം.